കർണാടകത്തിൽ നാളെ അവസാന ഘട്ടം വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇതാണ്. ലൈംഗികാതിക്രമ കേസിൽ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണ എവിടെ? ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും പ്രജ്വലിന് വിദേശത്ത് തങ്ങാൻ സാധിക്കുന്നത് എങ്ങനെ? പതിനാല് മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രജ്വലിന്റെ പാർട്ടിയായ JDS ചിത്രത്തിലേയില്ല. 14ഇടത്തും കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. എന്നാൽ എല്ലാ സീറ്റുകളിലും പ്രജ്വൽ രേവണ്ണ വിഷയം JDSുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന BJPക്ക് തിരിച്ചടിയാകും. ഉടൻ രാജ്യത്ത് തിരിച്ചെത്താനും കീഴടങ്ങാനും പ്രജ്വലിനോട് JDS നേതൃത്വം അഭ്യർത്ഥിച്ചിരുന്നു. എങ്കിലും BJP ദേശീയ നേതൃത്വം ഇടപെട്ട് തടഞ്ഞു എന്നാണ് കരുതുന്നത്. തിരഞ്ഞെടുപ്പിനിടെ പ്രജ്വൽ അറസ്റ്റിലായാൽ തിരിച്ചടിക്ക് ആഘാതം കൂടും എന്നാണ് വിലയിരുത്തൽ. അമിത്ഷായും JDS അധ്യക്ഷൻ HD കുമാരസ്വാമിയും ശനിയാഴ്ച ബംഗളൂരുവിലെ സ്വകാര്യ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ട്. ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട പ്രജ്വൽ നിലവിൽ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ തുടരുന്നതായാണ് വിവരം. കർണാടകയിലെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും പ്രജ്വലിനെ വിലങ്ങുവെക്കാൻ കാത്ത് പോലീസ് സന്നാഹം സജ്ജമാണ്. എന്നാൽ ചൊവ്വാഴ്ച വടക്കൻ കർണാടകയിലെ വോട്ടെടുപ്പ് കൂടി പൂർത്തിയായതിനു ശേഷമാകും പ്രജ്വൽ കർണാടകയിൽ കാലുകുത്തുക.